എന്നാ ഞങ്ങൾ ഇത്തിരി തോന്നിയസം കാണിച്ചു. ആ വെളിച്ചപ്പാടത് കണ്ടു. അതിനാ മോന്തയും വെറുപ്പിച്ചിരിക്കുന്നേ. സാവിത്രിയെയും വഴക്കു പറഞ്ഞു. ഓടിച്ചു വിട്ടു. എന്ത് തോന്നിയസമാ നിങ്ങൾ കാണിച്ചേ? അഥവാ കാണിച്ചാലും മറ്റുള്ളവർ കാണുക ചെയ്യാമോ? ഹ, അന്നേരം ആ മറുത അങ്ങോട്ട് കയറി വരുമെന്ന് ആരറിഞ്ഞു? അവൾ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോഴും വേഷം യൂണിഫോം തന്നെ. എന്നാ മോള് തുണിയൊക്കെ മാറി കുളിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു. പിന്നെ കതകടച്ച് കുറ്റിയിട്ടു. ക്യാമറ എടുത്തു, ഹെഡ്ഫോൺ എടുത്തു, ചെവിയിൽ ഫിറ്റ് ചെയ്തു. സ്ക്രീൻ തെളിഞ്ഞു. അലങ്കോലമായി കിടക്കുന്ന എൻ്റെ കിടക്ക. അല്പം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറുന്ന അബിയുടെ വശം. എന്നാൽ ഇനി കാപ്പി കുടിച്ചിട്ട് പഠിക്ക്. അബിയുടെ സംസാരം കേൾക്കാം. ഹായ് ചക്കയടാ, എനിക്ക് വലിയ ഇഷ്ടാ. ഞങ്ങളുടെ ചക്കയൊക്കെ തീർന്നു പോയി. സാവിത്രിയുടെ ശബ്ദം. അതിനെന്താ, ഇഷ്ടം പോലെ കഴിച്ചോ, വേണേൽ ഇനിയുമുണ്ട്. അബിയുടെ മുഖം മറഞ്ഞു. ഷോ പാവം, അങ്കിളിന് യോഗമില്ല. വയറ് പണിമുടക്കി. രണ്ടുപേരുടെയും ചിരി. കുറച്ച് മിനിറ്റുകൾ കടന്നുപോയി. പാത്രം നീക്കി വെക്കുന്നതും ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുന്നതും ശബ്ദം മാത്രം. പിന്നെ നിശബ്ദം. സാവി, ഇതൊന്ന് നോക്കിയേടി. കലയുടെ സ്വരം. അയ്യോടി, എനിക്കൊരു പിടിയുമില്ല. ഇക്കണക്കിന് നാളെ മൊട്ടയായിരിക്കും. നല്ല നേരത്താ നമ്മുടെ മാഷിന് അസുഖം. സാവിത്രിയുടെ നിരാശ. ഓ, പഠിച്ചു നമ്മൾ കളക്ടറാവാൻ പോകുമല്ലേ. തോറ്റു കിടക്കുവാണേൽ പെട്ടെന്ന് കെട്ടിച്ചു വിടും. എങ്കിൽ രക്ഷപ്പെട്ടു. കലയുടെ പ്രതീക്ഷ. എനിക്ക് കാത്തിരിക്കണം, പ്രകാശന് ജോലിയാവുന്ന വരെ. സാവിത്രിയുടെ പ്ലാൻ. ഇക്കണക്കിന് പോയാൽ അതിനു മുമ്പ് തന്നെ പ്രകാശൻ നിന്നെ. കലയുടെ മുന്നറിയിപ്പ്. ഓ, ഞാനത് നിർത്തി. ഇന്നലെ വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം നിങ്ങളിപ്പോൾ പിണക്കാണോ? പിണക്കൊന്നുമില്ല. ദേഹത്തിപ്പം തൊടാൻ ഞാൻ സമ്മതിക്കാറില്ല. വെറുതെ അല്ല, നിന്റെ ബ്രസ്റ്റിനൊരു ബലം. ഇപ്പം പ്രകാശൻ പിടിക്കാഞ്ഞിട്ടായിരിക്കും. അതെന്നേ, എന്നോട് ഒരാൾ പറഞ്ഞു അങ്ങനെ പിടിപ്പിക്കരുതെന്ന്. സാവിത്രി പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് വന്നു. രണ്ടുപേരും കട്ടിലിൽ അടുത്തടുത്തായിരുന്നു. ഇപ്പോൾ ശബ്ദം ഏകദേശം ക്ലിയറായി. നിന്റെ ബ്രസ്റ്റ് കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു. എൻ്റെയും ഇതുപോലെ മുഴുത്തായിരുന്നെങ്കിൽ കെട്ടിച്ചു വിടാനുള്ള രൂപമെങ്കിലും ആയേനെ. കല നടുവേർപ്പെട്ടു. അതിന് പിടിച്ചാൽ മതിയെന്നേ. അതിനൊരു വ്യായാമമുണ്ട്, സാവിത്രി പറഞ്ഞു. അതെന്ത് വ്യായാമ? എന്നാ നീ അതെനിക്ക് പറഞ്ഞുതാ. കല ആവശ്യപ്പെട്ടു. മാഷെങ്ങാനും വന്നാലോ? കഥകടയ്ക്ക്. കല കഥകടക്കാൻ എഴുന്നേറ്റു. കൈയെത്തുകയില്ല കുറ്റിയിടാൻ. കല പറഞ്ഞു. കുഴപ്പമില്ല, മാഷു വരുന്നത് ജനലിലൂടെ കാണാം. എന്നാ പറ. കല തിരിച്ചു വന്ന് കട്ടിലിലിരുന്ന് തയ്യാറായി കഴിഞ്ഞു. സാവിത്രി കലയുടെ മാറിടത്തിൽ കൈവച്ചു. ദേ, ഇങ്ങനെ പതുക്കെ കൊണ്ടുവരണം. ഇങ്ങനെ അടിയിന്ന്, പിന്നെ ഇങ്ങനെ തഴുകണം. സാവിത്രി പറഞ്ഞു കൊടുക്കുന്നു. കല നെഞ്ച് മുന്നോട്ട് തള്ളിക്കൊടുത്തു. സാവിത്രി കലയുടെ മാറിടത്തിൽ അമർത്തി തഴുകി, നല്ലൊരു തിരുമ്മുകാരനെ പോലെ. സാവിത്രി കലയ്ക്ക് തിരുമ്മി കൊടുക്കുന്നു. നീ ഇച്ചിരി കൂടി അമുക്കടി. ഇതൊന്ന് വലുതായാൽ മതി. ഇപ്പം ഒരു സുഖമുണ്ട്. പെണ്ണുങ്ങൾക്ക് രണ്ടിനും ചൂടായ ലക്ഷണം. മാഷ് വരുന്നുണ്ടോന്ന് നോക്കിക്കോണേ. സാവിത്രിക്ക് പേടി. ഇല്ലടി, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് കല കണ്ണടച്ചിരുന്നു. കലയെ സാവിത്രി വിളിച്ചു. എനിക്കുമൊന്ന് പിടിച്ചതാടി. അത് കേട്ട് കല സാവിത്രിയുടെ മാറിടത്തിൽ കൈവച്ചു. അയ്യോ, അതേലല്ല. പിന്നെ എവിടെയാടി? നീ എൻ്റെ ചന്തിന്മേലും അവിടെയും ഒക്കെ ഒന്ന് തൊട്ടാൽ മതി. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ രണ്ടെണ്ണം ഇതെന്ത് ഭാവിച്ച? യാതൊരു സ്ഥലകാലബോധവുമില്ലാതെ. ഓ, രണ്ടിനെയും ഒരു നുഖത്തിൽ കെട്ടാം. കാളയായിട്ടല്ല, കഴുതകളായിട്ട്. ഞാൻ അവരുടെ പ്രവൃത്തികൾ കാണാൻ കഴിയാതെ വീഡിയോ സ്പീഡിൽ മുന്നോട്ടാക്കി. അതിനിടയ്ക്ക് അവർ ഓരോന്നായി വ്യവസ്ഥരാകുന്നുമുണ്ട്. ഞാൻ വീഡിയോ മുന്നോട്ടാക്കിക്കൊണ്ടിരുന്നു. ശബ്ദം വെറും മുക്കലും മൂളലും മാത്രം. പെൺകുട്ടികൾ എല്ലാം മറന്നു. കാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തുടങ്ങിപ്പോയോ പിന്നെ കമിതാക്കൾ പരിസരം മറക്കും. മുതുകത്തടി വീഴുമ്പോൾ ബോധം വരൂ. ഞാൻ വീഡിയോ കുറെ കൂടി മുന്നോട്ട് അടിച്ചുവിട്ടു. രണ്ടുപേരും രതിമേളയിൽ ആറാടി നിൽക്കുന്ന സമയത്ത് മൈക്കിലൂടെ എൻ്റെ ചെവിയിൽ കഥകിൻ്റെ ഒരു നേർത്ത കിരികിരിപ്പ് കേട്ടു. എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ പുറകെ ഒരലർച്ച. എടീ! എൻ്റെ ചെവി പൊട്ടിപ്പോയ പോലെ. ഞാൻ ഇയർഫോൺ അല്പം അകത്തിപ്പിടിച്ചു. അത് അഭിരാമിയുടെ ശബ്ദമായിരുന്നു. എന്താടി ഇവിടെ? പെൺകുട്ടികൾ രണ്ടും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. കല കട്ടിൽ നിന്ന് എഴുന്നേറ്റു. സാവിത്രി എലിയെപ്പോലെ പേടിച്ചു വിറക്കുന്നു. അഭിരാമി കലയുടെ ഭുജത്തിൽ ഒരടി കൊടുത്തു. ഇതാണോടി നിൻ്റെയൊക്കെ ട്യൂഷൻ പഠിത്തം, കുരുത്തം കെട്ടവളുമാരെ? അയ്യോ ചേച്ചി, അറിയാതെ. സാവിത്രിയുടെ കരയുന്ന ശബ്ദം. അറിയാതെ? ഇത്രയും ചെറുപ്പത്തിൽ? നിനക്കൊക്കെ ഇത്രയും കടിയിളകിയ നിൻ്റെയൊക്കെ ഗതി എന്താവുമടി?
അവനൊന്നു മാറിയ നേരത്തിന് ഇതാ പണിയെങ്കിൽ അല്ലാത്തപ്പം എന്തായിരിക്കും മടി നീയൊക്കെ കാട്ടിക്കൂട്ടണത്? വെറുതെയല്ല നീയൊന്നും പഠിക്കാത്തത്. അഭിച്ചേച്ചി, സാവിത്രി എന്തോ പറയാനൊരുങ്ങുന്നു. മിണ്ടരുത്, ഞാൻ തള്ളയൊന്ന് കാണട്ടെ. കൈയോടെ പിടിച്ച് കെട്ടിച്ചു വിട്ടില്ലേ നീയൊക്കെ കണ്ടവൻ്റെ കൊച്ചിനെ പെറും. അയ്യോ ചേച്ചി, അമ്മയോട് പറയല്ലേ, ഇനി ഞങ്ങൾ ചെയ്യത്തില്ല. സാവിത്രി കരയുന്നു. ഇല്ലടി, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. തന്തയും തള്ളയും കൂടി അറിയണം. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, വീട്ടിൽ പറഞ്ഞ ഞാൻ ചാകും, സത്യമായിട്ടും. സാവിത്രിയുടെ കരച്ചിൽ കൂടി. അഭിരാമി അല്പനേരം എല്ലാം കേട്ട് കിതക്കുന്നു. പിന്നെ പറഞ്ഞു, ഇപ്പം നീ പോ. അവിടെയൊക്കെ ഒരു ട്യൂഷൻ. സാവിത്രി മുന്നോട്ട് നടന്നു മറഞ്ഞു. എന്തൊക്കെയോ ശബ്ദം കേട്ടു. അപ്പോൾ വീണ്ടും അബിയുടെ വിളി, എടി ഇതൂടെ പൊറുക്കിക്കൊണ്ട് പോ. ഇപ്പോൾ അബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിറക്കുന്നു. അവൾ കാലുകൊണ്ട് സാവിത്രിയുടെ പാൻറ്റീസ് തട്ടിയിട്ട് കൊടുത്തു. തുണിയും കോണാനും പറിച്ചല്ലേ പരിപാടി നീയൊക്കെ? അവൾ പിന്നെയും മുഖം തിരിച്ചു. അടുത്തത് കലയോടായിരുന്നു. നിൻ്റെയൊക്കെ കാലിനിടയിൽ ഇത്രയും ചൊറിച്ചിലുണ്ടെങ്കിൽ കെട്ടിച്ചയക്കാൻ പറഞ്ഞേക്കാം. മുട്ടീന്ന് വിരിഞ്ഞില്ല ഉണ്ട കുറുമ്പാസ്. ദേ ചേച്ചി, അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യം കാണിക്കാം, പറയരുതല്ലേ നിഷേധി. അബി വീണ്ടും കലക്കിട്ടൊരു അടി കൊടുത്തു. ചേച്ചി, എന്നെ ചുമ്മാ തല്ലരുത് കേട്ടോ, എനിക്ക് നോവും, പറഞ്ഞേക്കാം. കല കൈ ചൂണ്ടി പറയുന്നു. കൈ ചൂണ്ടാതടി, എന്തൊരു നാറ്റം. വല്ലവളുമാരുടെയും മൂത്രക്കുഴിയിലിട്ട് വിരകിയേച്ച് അവൾ നിന്ന് വിരൽ ചൂണ്ടുന്നു. കൊണ്ട കെഴുകടി വൃത്തികെട്ടത്. കല മുമ്പോട്ട് നടന്നു മറഞ്ഞു. അബി തിരിഞ്ഞു നിന്നു. നിന്റെ തള്ളയോടെ ഒന്ന് ചോദിക്കട്ടെ. അതെങ്ങനാ? അതിൻ്റെയല്ലേ വിത്ത്. തള്ള കടികളേക്ക് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കയറ്റുമ്പം മോളടങ്ങി കിടക്കുവോ? അബി ഇളക്ക് കയ്യും കുത്തി കട്ടിലേക്ക് പൊത്തോന്ന് കുത്തിയിരുന്നു. ചേച്ചി, എൻ്റെ അമ്മയെ പറയണ്ട കേട്ടോ. പോടി എൻ്റെ മുമ്പിൽ നിന്ന്. കൊന്നുകളയും എല്ലാത്തിനെയും ഞാൻ. അവളുടെ ഒരു അമ്മ. പോടി കണ്ണൂരിട്ടാതെ. എന്തൊരലർച്ച. ശരിക്കും ഭദ്രകാളി തന്നെ, സൗന്ദര്യമുള്ള ഭദ്രകാളി. എൻ്റെ ഈശ്വരാ, ഞാൻ ഇനി എന്തിനെയൊക്കെ സാക്ഷി നിൽക്കണോ എന്തോ. എൻ്റെ ഒരു തലവിധി. അവൾ തലക്ക് കയ്യും കൊടുത്ത് ഒരു നിമിഷം ഇരുന്നു. പിന്നെ എഴുന്നേറ്റു. പോയിരിക്കുക. ഒടുക്കത്തെ ഒരു വയറ്റു സൂക്കേട്. കൊച്ചു പെൺപിള്ളേരെ വിളിച്ച് കൂട്ടിയിരുത്തിയേച്ച്. അല്ല, എന്തിനാ ആ പാവത്തിന് പറയണത്? ഈ തലതെറിച്ചതുങ്ങൾ കന്നത്തരം കാണിച്ചതിന്. പിന്നെ അവൾ മുറിയിൽ ചുറ്റുപാടും നോക്കി. തലമുടി ഒന്ന് അഴിച്ചു കെട്ടി. ഭദ്രകാളിക്ക് എന്തുമാത്രം മുടിയാ. ഞാൻ കൊതി വിട്ടുപോയി. മനസ്സിലുള്ള ദേഷ്യം എൻ്റെ കിടക്കയോട് തീർക്കുന്ന മാതിരി. ചെരിഞ്ഞിരുന്ന തലയാണ നേരെ വെച്ചു. വിരിപ്പൊന്ന് കുടഞ്ഞു വിരിച്ചു. ഷീറ്റ് മടക്കി വെച്ചു. പിന്നെ സ്ക്രീനിൽ നിന്നും മറഞ്ഞു. കഥ കടയുന്ന കിരികുരേ ശബ്ദം. പിന്നെ സ്ക്രീനിൽ കട്ടിൽ മാത്രമായി. ഞാൻ ക്യാമറ എടുത്ത് സർവജ്ഞാനിയായ ആ യന്ത്രത്തിനെ ഒന്ന് ചുംബിച്ചു. പിന്നെ പെട്ടിയിൽ വെച്ചിട്ട് പുറത്തേക്ക് വന്നു. അടുക്കള വശത്ത് അഭിരാമി കുനിഞ്ഞു നിന്ന് എന്തോ കലം കഴുകുന്നു. എന്നെ കണ്ടപ്പോൾ നിവർന്നു നിന്നു. അല്ല ബി, കലമോൾ എന്തിയെ? അബി അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞെന്നോ തല്ലിയെന്നോ ഒക്കെ പറഞ്ഞായിരുന്നു. കൊച്ചല്ലേ, വല്ലയിടത്തും പോയി കരയുമായിരിക്കും. കൊച്ച്. അവൾ വീണ്ടും കലം തേക്കാൻ തുടങ്ങി. അല്ല, അവരെന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ചോദിച്ചു. എന്തിനാ അറിയുന്നത്? പിള്ളേര് ചെറുപ്പമല്ലേ, വളരുന്ന പ്രായം. അവർ ചെയ്തതെന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മളതൊക്കെ അങ്ങ് ക്ഷമിക്കണം. കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചേക്കണം. വലുതാകുമ്പം അവർ തന്നെത്താൻ നേരെയായിക്കോളും. ഞാൻ എൻ്റെ ലോകജ്ഞാനം വിളമ്പി. അപ്പോൾ എവിടെ നിന്നോ കല അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇവളുമാരി എന്താ ചെയ്തതെന്ന് രാജാമണിക്ക് അറിയാവോ? അതോ ഇവൾ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, ചോദിക്കണം. എന്നാലും എനിക്ക് ഊഹിക്കാം. എന്താന്ന് വെച്ചാൽ ഇത്ര ഊഹിക്കുന്നേ? അബിയുടെ ശബ്ദം കനത്തു. കൂടുതൽ ഗൗരവം. പറയണോ? ഞാനും ഗൗരവത്തിലായി. രാജാമണി പറയത്തില്ല. ഞാൻ പറഞ്ഞാലോ? അത് ശരിയാണെങ്കിലോ? തെറ്റാണെങ്കിലോ? അവൾ എൻ്റെ നേരെ അടുത്തു. ഞങ്ങൾ കൊത്തുകോഴികളെപ്പോലെ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ ശൗര്യം. കല ഞങ്ങൾ രണ്ടുപേരെയും നോക്കി വിരണ്ടു നിന്നു. എന്ത് ശിക്ഷ വേണേലും തന്നു, ഞാൻ പറഞ്ഞു. കാരണം ഞാൻ സംഭവം കണ്ടതല്ലേ. പക്ഷേ അത് അബിക്കറിയില്ലല്ലോ. എങ്കിൽ ഞാൻ ഈ ചാരം പുരണ്ട കൈകൊണ്ട് ആ കരണക്കുറ്റി കൊന്നു തരും. സമ്മതിച്ചോ? അവൾ പാവാടയെടുത്ത് എളുക്ക് കയറ്റി കുത്തി. അതല്ല ശരിയാണെങ്കിൽ എങ്കിൽ എന്ത് വേണേലും ചെയ്യാം. ഇവൾ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞങ്ങളിപ്പോഴല്ലേ തമ്മി കാണുന്നത്. എങ്കിൽ എന്തും പന്തയം. അബി സമ്മതിക്കുന്നു. അബി വിചാരിക്കുന്നത് എൻ്റെ ഊഹം തെറ്റുമെന്നും അവൾ ജയിക്കുമെന്നുമാണ്. ഇവർ ചെയ്തത് ഞാൻ നോക്കുമ്പോൾ കല നോക്കി നിൽക്കുന്നു. ഞാൻ അബിയുടെ ചെവിയിൽ പറയാം. ഞാൻ അബിയുടെ അടുത്ത് ചെന്നു. സത്യം ഞാൻ കണ്ടതായതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അബി തോൽക്കുമെന്ന്. പിള്ളേരുടെ പ്രായം ഇതല്ലേ. രണ്ടും കൂടെ വല്ല മാരടത്ത് പിടിക്കേ മുള്ളുന്നിടത്ത് തൊടേ ചെയ്തു കാണും. പോട്ടെന്നേ. ഞാൻ പ്രതീക്ഷിച്ചതല്ല അവൾ ചെയ്തത്. അവൾ കൈ നിവർത്തി എൻ്റെ കരണത്ത് ഒറ്റയടി.